ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മത്തിക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഒരു 3 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കൂടി ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചിരകിയതാട്ടാ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരക പൊടി ആവശ്യമുണ്ട്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഫിഷ് മസാല 1 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ചുകൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് അരച്ചെടുക്കണേ. ഇനി നമുക്ക് അടുത്തത് ആവശ്യമുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ എടുത്തേക്കണം. ഇനി അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. ഞാൻ അടുത്തത് ഒരു 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ 5 വെളുത്തുള്ളി ഇവ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം. അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് മീനിനെ ആദ്യം തന്നെ മത്തീനെ വേഗം വെള്ളത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ മത്തിയൊക്കെ വാരി വെച്ചിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് എന്താ ചെയ്യാമെന്നറിയോ, വെളുത്തുള്ളി അത് നല്ല എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് വെളുത്തുള്ളി അരിഞ്ഞത് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരും, ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് തേങ്ങ അരപ്പിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ അവിടെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ആ തക്കാളി ഉണ്ടല്ലോ, അത് ചെറുതായി അങ്ങോട്ട് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അതങ്ങോട്ട് ഉടഞ്ഞിട്ടുണ്ട്. തക്കാളി നല്ല വെന്ത് വന്നപ്പോൾ നമുക്ക് അരപ്പ് അങ്ങോട്ട് കൂട്ടാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണ്ടവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് തിളച്ച് വന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാം, മത്തീനെ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ചാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മീനിന് ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, അടി പിടിക്കാതിരിക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഈ മീനൊക്കെ ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ വെന്ത് കറിയെല്ലാം വറ്റി റെഡിയായി വരും കേട്ടോ. അങ്ങനെ അടപ്പ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ മീനൊക്കെ വെന്ത് കറിയെല്ലാം കുറുകി നല്ല അടിപൊളി മണമൊക്കെ ഇങ്ങനെ മൂക്കിലോട്ടടിക്കും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ കറി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചെറിയൊരു താളിക്കണ ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നല്ലതുപോലെ പൊട്ടി വരും എണ്ണയിൽ ചൂടായിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ 10 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ആ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായി ഒരു മീഡിയം ലെവലിലാക്കി വെക്കുക തീയെ. അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ലാസ്റ്റ് താളിച്ചൊഴിച്ചാലേ കറിയുടെ പ്രത്യേക മണം പറയാനിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.